ഗവർണർമാരുടെ അമിതാധികാര പ്രയോഗത്തിനും ബില്ലുകൾ അനിശ്ചിതകാലം പിടിച്ചുവയ്ക്കുന്ന ഗവർണർമാരുടെ നടപടിക്കും സുപ്രീം കോടതി അതിൻ്റെ ചരിത്രപരമായ ഒരു വിധി പ്രസ്താവത്തിലൂടെ ഒരു നിരന്തര പൂട്ടിട്ടതിന് പിന്നാലെ ആ വിധി കേരളത്തിലെ ഗവർണറിനെ അടക്കം അസ്വസ്ഥമാക്കിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരികയാണ്. കേരളത്തിൻ്റെ നിലവിലത്തെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ കഴിഞ്ഞ ദിവസം ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ ഈ വിധിയെ അതിനിശിതമായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ഈ വിധി അതിരുകടന്ന പ്രവൃത്തിയാണെന്നും ഇത് സുപ്രീം കോടതി ചെയ്യരുതായിരുന്നു എന്ന് പോലും രാജേന്ദ്ര അർലേക്കർ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീൻ കാണുന്ന ഈ അഭിമുഖം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വരുന്നത്. ആ അഭിമുഖത്തിൽ അർലേക്കർ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, തടഞ്ഞു വയ്ക്കാനാവില്ല, ബില്ലുകൾ ഗവർണർമാർക്ക് അനിശ്ചിത കാലത്തേക്ക് തടഞ്ഞു വയ്ക്കാനാകില്ല എന്ന സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി അംഗീകരിക്കാൻ കഴിയുന്നതാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണെന്നും, എന്നാൽ സമയപരിധി നിശ്ചയിച്ചത് ഭരണഘടനാനുസൃതമല്ലെന്നും ഭരണഘടനയിൽ ഒരു ഇടത്തും ഗവർണർമാർക്ക് ഒരു ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഒരു സമയപരിധി നിശ്ചയിക്കുന്നില്ല എന്നുമാണ് കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര അർലേക്കറിന്റെ വാദം. രാജേന്ദ്ര അർലേക്കർ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് സുപ്രീം കോടതിയുടെ ഈ രണ്ടംഗ ബെഞ്ച് ഈ കേസ് ഒരു ഭരണഘടനാ ബെഞ്ചിന് വിടണമായിരുന്നു എന്നും ഇത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്നും സമയപരിധി നിശ്ചയിക്കുന്നതിലൂടെ സുപ്രീം കോടതി ഒരു ഭരണഘടനാ ഭേദഗതിയാണ് നടത്തിയിരിക്കുന്നതെന്നും ഭരണഘടനാ ഭേദഗതി നടത്താൻ പാർലമെന്റ് ഉള്ളപ്പോൾ എന്തിനാണ് സുപ്രീം കോടതി അത് ചെയ്തതെന്നും അർലേക്കർ ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. പാർലമെന്റിൽ പോലും 2/3 ഭൂരിപക്ഷം വേണം ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സാക്കണമെന്നിരിക്കെ രണ്ടംഗ ബെഞ്ചിന് എങ്ങനെയാണത് ചെയ്യാനാവുക എന്നും കേരളത്തിന്റെ ഗവർണർ ചോദിക്കുന്നുണ്ട്. കേരളത്തിന്റെ ഗവർണറെ അടക്കം ഇന്ത്യയിലെ അമിതാധികാര പ്രയോഗം നടത്താൻ തയ്യാറായി നിൽക്കുന്ന മുഴുവൻ ഗവർണർമാർക്കുമുള്ള തിരിച്ചടിയായിരുന്നു സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയേണ്ടിയിരിക്കുന്നു. സുപ്രീം കോടതി ഗവർണർമാർക്ക് മാത്രമല്ല പ്രസിഡന്റിന് പോലും സമയപരിധി നിശ്ചയിച്ചതിലൂടെ ബില്ലുകൾ പാസ്സാക്കാതെ ബില്ലുകളുടെ മുകളിൽ കേരളത്തിന്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടയിരുന്നത് പോലെ 20 മാസത്തിലേറെ അടയിരിക്കാൻ ഇനി ഒരു ഗവർണറിനും സാധിക്കില്ല. ആ വിധത്തിൽ കാര്യങ്ങൾ മാറ്റിമറിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ വിധി. ഈ വിധി എങ്ങനെയാണ് രാജേന്ദ്ര അർലേക്കർ എന്ന കേരളത്തിന്റെ പുതിയ ഗവർണറെ അസ്വസ്ഥമാക്കിയതെന്ന് ഈ ലേഖനത്തിലൂടെ ഈ അഭിമുഖത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. രാജേന്ദ്ര അർലേക്കർ ഈ അഭിമുഖത്തിന് തന്നെ മറ്റൊരു ഘട്ടത്തിൽ പറയുന്നത് 2024 ഡിസംബർ അവസാന ആഴ്ച തനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും നേരിട്ടൊരു ഫോൺ കോൾ വരുന്നുവെന്നും താൻ ബീഹാർ ഗവർണറായിരുന്ന ഘട്ടത്തിലാണ് ഈ ഫോൺ കോൾ വരുന്നത്, ബീഹാറിൽ നിന്നും കേരളത്തിലേക്ക് പോകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് രാജേന്ദ്ര അർലേക്കർ വ്യക്തമായ നിർദ്ദേശങ്ങളോടെ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശാനുസരണം കേരളത്തിലെത്തിയതാണ് എന്ന് വ്യക്തം. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയതിൻ്റെ സെക്കൻഡ് പാർട്ട് നടത്താൻ അർലേക്കറിന് ഒരു അവസരം സുപ്രീം കോടതി നിഷേധിച്ചു എന്നതിൽ അദ്ദേഹം അതൃപ്തനാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണങ്ങളെന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ സുപ്രീം കോടതി വിധികളെ അത്ര രൂക്ഷമായ ഭാഷയിൽ ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവർ വിമർശിക്കുക പതിവുള്ളതല്ല. എന്നാൽ ആ പതിവ് ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് രാജേന്ദ്ര അർലേക്കർ സുപ്രീം കോടതി വിധിക്കെതിരെ രംഗത്ത് വരുന്നത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് അതിരുകടന്ന സുപ്രീം കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തേക്ക് കടന്ന് സുപ്രീം കോടതി നടത്തിയ ഒരു നടപടിയാണെന്നും ഇത് സുപ്രീം കോടതി ചെയ്യരുതായിരുന്നു എന്നുമാണ്. പക്ഷെ എന്ത് തന്നെയായാലും രാജ്യത്തെ ഗവർണർമാർ ഫെഡറലിസത്തെ തകർത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന അമിതാധികാര പ്രയോഗങ്ങൾ, പ്രത്യേകിച്ച് ബില്ലുകൾ വൈകിപ്പിക്കുക, പ്രസിഡന്റിനെ അയക്കാതെ പിടിച്ചുവയ്ക്കുക, അനിശ്ചിതകാലം ബില്ലുകളിൽ തീരുമാനമെടുക്കാതിരിക്കുക പോലെയുള്ള നടപടികൾ ഇനി അസാധ്യമാക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രസിഡന്റിന് പോലും ചില സമയപരിധികൾ നിശ്ചയിക്കുന്ന ഈ വിധിയിൽ പ്രസിഡന്റിന് സമയപരിധിക്കുള്ളിൽ ഈ ബില്ലിൽ തീരുമാനമെടുക്കാനായില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിക്കണമെന്ന് പോലും സുപ്രീം കോടതി അതിൻ്റെ നിർണായക വിധി പ്രസ്താവത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും സുപ്രീം കോടതിയുടെ വിധി രാജേന്ദ്ര അർലേക്കർ അടക്കം ഇന്ത്യയിലെ ഗവർണർമാരെ, BJP സർക്കാർ നിയമിച്ച ഗവർണർമാരെ അസ്വസ്ഥമാക്കിയിരിക്കുന്നു എന്നത് വ്യക്തമാണ്.